വെൽക്കം ടു ബിടെക് BDC. നമ്മൾ ഇന്നിവിടെ ജനുവരി 2024 നടത്തിയ 2019 സ്കീം S6 ട്രിപ്പിൾ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ബാക്കി 4 പാർട്ട് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതായത് ക്വസ്റ്റ്യൻസ് ഫ്രം സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, പവർ സിസ്റ്റം എക്സെട്ര. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ആണ്, അതായത് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മേസൺസ് ഗെയിൻ ഫോർമുല വെച്ചിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? യൂസ് മേസൺസ് ഗെയിൻ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ ഫിഗർ. ഓക്കെ, അപ്പോ താഴെ കുറച്ച് ഫംഗ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് ഈ ഫിഗർ അനുസരിച്ചിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മേസൺസ് ഗെയിൻ ഫോർമുല എന്താണെന്ന് എഴുതാം. മേസൺസ് ഗെയിൻ ഫോർമുല. മേസൺസ് ഗെയിൻ ഫോർമുല എന്താ പറയുന്നത്? മേസൺ ഗെയിൻസ് ഫോർമുല അനുസരിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n ഡെൽറ്റ tk ഡെൽറ്റ k ബൈ ഡെൽറ്റ എന്നാണ് നമ്മുടെ മേസൺസ് ഗെയിൻ ഫോർമുല പറയുന്നത്. ഇതിൽ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡ് പാത്സ് ആണ്. പി ഈക്വൽ ടു ഫോർവേഡ് പാത്ത്, നമ്പർ ഓഫ് ഫോർവേഡ് പാത്സ്. ഓക്കെ, ഇനി എന്താണ് ഡെൽറ്റ? ഡെൽറ്റ കെ. ഓക്കെ, ഡെൽറ്റ കെ എന്ന് പറഞ്ഞാല് നമ്മളുടെ ആ ഏത് ഫോർവേഡ് പാത്ത് ആണോ നമ്മൾ എടുക്കുന്നത്, ആ ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ലൂപ്പിന്റെ ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ കെ എന്ന് പറയുന്നത്. അതേപോലെ ഡെൽറ്റ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ഈക്വൽ ടു 1 മൈനസ് സം ഓഫ് ഓൾ പോസിബിൾ ലൂപ്സ് plus sum of combination of two non-touching loops minus etc. അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പൊ നമുക്കിത് തന്നിരിക്കുന്നത് ചെറിയ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഇത്രയും എഴുതിയാൽ മതിയാവും. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ എത്ര ഫോർവേഡ് പാത്തുകളുണ്ട്? എത്ര ഫോർവേഡ് പാത്ത്സാ ഉള്ളത്? 6 തൊട്ട് നേരെ ഇങ്ങനെ പോകുന്ന ഒരു പാത്തുണ്ട് അല്ലേ? അപ്പോ ഒരു പാത്തായി. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് നോക്കിക്കേ, ആറിന്ന് ഈ x1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്നിട്ട് പിന്നെ ദേ ഇങ്ങനെ വന്നിട്ട് ഈ രീതിയിൽ പോകുന്ന പാത്തും ഉണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്സ് ആ കാണുന്നത്? നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഇസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്സ് ഇസ് ഈക്വൽ ടു 2. അതായത് കെയുടെ വാല്യൂ എന്താ? 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to 2 tk ഡെൽറ്റ k ബൈ ഡെൽറ്റ. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സമ്മേഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ബൈ ഡെൽറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ P1 ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് ഫോർവേഡ് പാത്തിന്റെ ഇക്വേഷൻ എന്താ? ഈ ഒന്നും തരാത്തിടത്തെല്ലാം 1 ആയിട്ട് എടുക്കുക കേട്ടോ. 1 ഇൻറ്റു G1 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പൊ എന്ത് വരും? അപ്പോ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ എഴുതിയിരിക്കുന്നൊന്ന് മായ്ക്കുകയാണേ. P1 എന്ത് വരും? ഇതാണ് ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ 1 ഇൻറ്റു G1 ഇൻറ്റു 1 ഇൻറ്റു 1 കാണത്തുള്ളൂ. അപ്പൊ ഇതെന്താണ്? G1 ആണ് P1 എന്ന് പറയുന്നത്. ഇനി P2 എന്താ? സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഈ നോഡിൽ വന്നിട്ട് G2 വഴി തിരിച്ചു പോവുക. അപ്പൊ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? G2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? P1 ഉം P2 ഉം കിട്ടി. ഇനി നോക്കിക്കേ, ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ലൂപ്പ്. അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ? ഇല്ല അല്ലെ? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്.
ഇനി നെക്സ്റ്റ് ഡെൽറ്റ ടു സെക്കൻഡ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത അല്ലെങ്കിൽ സെക്കൻഡ് ഫോർവേഡ് പാത്തിലുള്ള നോഡുകളെ ഒന്നും ടച്ച് ചെയ്യാത്ത ലൂപ്പ് വല്ലതും ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഡെൽറ്റ ടു എന്താണ്? 1 തന്നെയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടെ എത്ര ലൂപ്പുകൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ആകെ ഈ ഒരു ലൂപ്പ് മാത്രമേ ഉള്ളൂ അല്ലെ. ഇതൊരു ലൂപ്പ് മാത്രമേ നമ്മളുടെ കയ്യിൽ ഉള്ളൂ. അതായത് അതിനെ നമുക്ക് L1 എന്ന് എഴുതാം. L1 എന്ന് പറയുന്ന ലൂപ്പിന്റെ ഇക്വേഷൻ എന്താ? G1 ഇൻറ്റു മൈനസ് എച്ച്, അതായത് മൈനസ് G1 H ആണ് ആകെയുള്ള ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റയുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് സം ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ലൂപ്സ്. ആകെ ഒന്നേ ഉള്ളായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് മൈനസ് G1 H എന്ന് എഴുതാം. അതായത് 1 പ്ലസ് G1 H. അപ്പൊ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു P1 എന്ന് പറയുന്നത് G1 ആണ്, ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഇൻറ്റു 1 ആണ് അല്ലെ. ഇനി പ്ലസ് P2 എന്ന് പറയുന്നത് G2 ആണ്, ഡെൽറ്റ 2 എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? 1 പ്ലസ് G1 H, അതായത് G1 G2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1 H എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, G1 പ്ലസ് G2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1 H, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി G1 പ്ലസ് G2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1 H, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the Z transform of delta of n minus m is. delta of n minus m എന്ന് പറയുന്ന ഇമ്പൾസ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ Z raised to minus n, ഓപ്ഷൻ ബി Z raised to minus m, ഓപ്ഷൻ സി 1 by Z minus n, and ഓപ്ഷൻ ഡി 1 by Z minus m. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് സോൾവ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് തന്നിരിക്കുക y ഓഫ് n എന്ന് പറയുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് which is equal to y of n minus 2 ആണെന്ന് വെക്കുക. അതല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ y ഓഫ് n എന്ന് പറയുന്നത് x ഓഫ് n minus 2 ആണെന്ന് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ y ഓഫ് n ന്റെ ലാപ്ലേസ് Z ട്രാൻസ്ഫോം എടുത്താല് നമുക്കിത് എങ്ങനെ വരും? Z raised to minus 2 into x of z എന്ന് നമുക്ക് എഴുതാം. ഇതാണ് y of n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം Z ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. Z ട്രാൻസ്ഫോം ഓഫ് y of n എന്താ കിട്ടിയത്? Z raised to minus 2 into x of z. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്, ഡെൽറ്റ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോ ഒരു ഡെൽറ്റ ഫംഗ്ഷന്റെ, അതായത് ഡെൽറ്റ ഓഫ് n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ Z ട്രാൻസ്ഫോം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ Z ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് n മൈനസ് m ആണെങ്കിൽ എന്ത് വരും? Z raised to minus m into x of z അല്ലേ വന്നിരിക്കുന്നത്. അത് ഡെൽറ്റ ഓഫ് z, അതായത് ഡെൽറ്റ ഓഫ് Z ട്രാൻസ്ഫോം ഡെൽറ്റ ഓഫ് n എന്താ? 1 ആ. അതാണ് ഇവിടെ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് Z raised to minus m ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഓപ്ഷൻ ബി Z raised to minus m ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് what is the Z transform of the following finite duration signal? നമുക്കൊരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നൽ തന്നിട്ടുണ്ട്. x of n is equal to 2 4 5 7 0 1. എന്നിട്ട് 5ന്റെ അടിയിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ആരോ മാർക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ 5 എന്ന് പറയുന്നതാണ് x of 0, അതാണ് അവര് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ 5 എന്ന് പറയുന്നതാണ് x of 0. അപ്പൊ x of 0 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇപ്പുറത്തോട്ടുള്ള നല്ല അറിയാലോ. ഇതാണ് x of 1, this is x of 2, and this is x of 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നോട്ട് x of minus 1 x of minus 2 വരും, ആണല്ലോ. ഇനി ഇതിപ്പോ നമ്മൾ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മളെ സിഗ്നൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ഇതിന്റെ ഇക്വേഷൻ? ഇങ്ങനെ ഒരു ഫൈനൈറ്റ് സിഗ്നൽ തന്നാൽ അതിന്റെ Z ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കും? Z ട്രാൻസ്ഫോം ഓഫ് x ഓഫ് n ന്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. എന്താണ്? സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x ഓഫ് n Z raised to minus n.
ആണല്ലോ. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് പകരം എന്താ, നമുക്ക് ഇവിടെ -2 തൊട്ട് 3 വരെയാണ് ഉള്ളത്. അതായത് ഇവിടെ നമുക്ക് എന്താ എഴുതാം, n ഈക്വൽ ടു -2 to 3 x of n into z raised to -n. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് -2 തൊട്ട് 3 വരെ അല്ലേ, അപ്പം x ഓഫ് -2 into z raised to -2 n പകരം -2 എന്നാവുമ്പോൾ എന്ത് ആവും, സ്ക്വയർ ആവും. പ്ലസ് x ഓഫ് -1 into z raised to 1 പ്ലസ് x ഓഫ് 0 into z raised to 0 എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് x ഓഫ് 1 into z raised to -1 പ്ലസ് x of 2 into z raised to -2 plus x of 3 into z raised to -3. -3. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ഈ x of -2 തൊട്ട് x of 3 വരെയുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. x of -2 എന്താണ്, 2 ആണ്, അതായത് 2z² പ്ലസ് x of -1 എന്ന് പറയുന്നത് 4 ആണ്, അപ്പൊ 4z പ്ലസ് x of 0 എന്ന് പറയുന്നത് 5 ആണ് ഇൻറ്റു z raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ, അപ്പൊ ഇതെന്താവും 5 തന്നെ ആയിരിക്കും. പ്ലസ് x of 1 എന്ന് പറയുന്നത് 7 ആണ്, അപ്പം 7 z raised to -1 പ്ലസ് ഇവിടെ നോക്കിക്കേ x of 2 എന്ന് പറയുന്നത് 0 ആണല്ലേ, അപ്പൊ 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം അങ്ങ് ക്യാൻസൽ ആയി പോകും. പിന്നെ എന്തേ ഉള്ളൂ, അടുത്ത ടേം മാത്രമേ ഉള്ളൂ, അതായത് x of 3 into z raised to x of 3 യുടെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലേ, അപ്പൊ 1 into z raised to -3 എന്ന് പറഞ്ഞാൽ z raised to -3 എന്ന് തന്നെ ആയിരിക്കും ആൻസർ. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് എവിടെയാണ് തന്നിരിക്കുന്നത്, അതായത് ഓപ്ഷൻ ഡിയിലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി, 2z² പ്ലസ് 4z പ്ലസ് 5 പ്ലസ് 7z raised to -1 പ്ലസ് z raised to -3. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അടുത്ത കോംപ്രിഹെൻസീവ് എക്സാമിന്. അപ്പോൾ കോംപ്രിഹെൻസീവ് എക്സാമിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസിനും കൂടുതൽ വീഡിയോസിനും വേണ്ടിയിട്ട് www.btechbdc എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൂടുതൽ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.